പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ജാനുഅമ്മ പറഞ്ഞ കഥയാണ്. 5 കഥകൾ നമ്മൾ ജാനുഅമ്മ പറഞ്ഞത് ഇതിനു മുൻപ് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ 6ാമത്തെ കഥയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ജാനുഅമ്മ എന്ന ഒരു പ്രത്യേക കഥാപാത്രവും ആ കഥാപാത്രത്തിൻ്റെ ജീവിത നിരീക്ഷണങ്ങളും ഭാഷാശൈലിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ രസകരമായ ജാനുഅമ്മ പറഞ്ഞ കഥകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ആരാശുണ്ടോ? അത് ഒരു ചോദ്യമായിരിക്കും, പക്ഷെ നല്ല സ്ഥായിയുള്ള കൂട്ടത്തിലാണ്. ഇല്ല, വലിയ കാര്യമാണ്. ചിലപ്പോൾ 4 മത്തി ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് ആരെയും കാണാതെ ഇൻ്റോടെ വരും. നിങ്ങൾ ശകലം കുടപ്പുളിയും ചേർത്ത് തിന്നോളി എന്ന് ഓള് പറയും. ഇൻ്റോടത്തുള്ള മക്കളുടെ മക്കളും അവറ്റയുടെ സംബന്ധക്കാരും ഒക്കെ കൂടി ശാപ്പാട് കഴിക്കാൻ ഒരു പടയാ. എല്ലാവരും കൂടി വെട്ടി വിഴുങ്ങാൻ മീൻ തികയോ? അത് ചോദിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാ മത്തി സ്വകാര്യമായിട്ട് കൊണ്ടുവരണം. 5-10 ഉറുപ്പ്യ വായ്പ ചോദിച്ചാൽ ജന്മ ഇല്ലയെന്ന് പറയല്ലേ ഓള്. കമ്മൽ പാണയം വെക്കണ്ടിനും ഇന്നെ അത്രണ്ട് വിശ്വാസമാണ്. നിങ്ങൾക്ക് കടം തരണത് പണം എങ്കിലിടണത് പോലെയാ, നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ നേരും നെറിയുള്ള ഒരാളാ ഓള് പറയുക. ഓള് സാവിത്രിക്ക് 100 ഉറുപ്പ്യ കടം കൊടുത്തു അത്രേ, പെര കെട്ടാനേ. അതെന്നായിരുന്നു? ഇക്കൊല്ലത്തെ കർക്കടം വരുമ്പോൾ ഒരു കൊല്ലാവും എന്നിട്ടോ. സാവിത്രി ഓളെ കാണാണ്ടിരിക്കാൻ പാടത്തിൻ്റെ അപ്പുറത്ത് കൂടിയാണ് നടക്കണത്. സാവിത്രിയുടെ മോളെ കെട്ടിയിരിക്കണത് ദാമോദരക്കുറുപ്പല്ലേ. കുറുപ്പിൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? സാവിത്രിയെ അതിൻ്റെ തള്ളയുടെ 2ാമത്തെ സംബന്ധക്കാരനെ അമ്മാമേനെ ഒക്കെ ഇക്കറിയ കള്ളവർഗം. ആരുടെ തൊടി കൂടി പോകുമ്പോൾ അവിടെ കിടക്കണ തേങ്ങയും പുളിയും ഒക്കെ എടുത്തോണ്ട് പോന്നോരാ. മുന്തിയ ആദ്യമായിരിക്കും. അതുകൊണ്ടെന്താ ഗുണം? സത്യല്ലെങ്കിൽ അമ്മയാരായിട്ടും വലല്ല, തമ്പ്രട്ടിയായിട്ടും വലല്ല. എൻ്റെ വീട്ടിൻ്റെ തെക്കേപ്പുറത്ത് ആരാ താമസിക്കണതെന്ന് നിശ്ചണ്ടാ? ഒരു ഉമ്മച്ചി, പാവം. അതിൻ്റെ മാപ്പിള മരിച്ചിട്ട് ഇപ്പോൾ കൊല്ലം 30 അല്ലെങ്കിൽ 40. 2 ആൺമക്കളാ. അവറ്റ കിടക്കണത് അബുദാബിയിലാ. അവറ്റ മുറക്കി കാശയ്ക്കും. ഇല്ലെങ്കിൽ ഉമ്മ ഭക്ഷണം എടുക്കില്ലേ? ആകെക്കൂടി സ്വത്തായിട്ട് തിത്താച്ചുമ്മക്ക് 28 പേർക്ക് ഭൂമി, കപ്പിയും ചേനയൊക്കെ നട്ടിരിക്കുക. നേന്ത്രവാഴിയുണ്ട്. ചിലപ്പോൾ ഇന്നെ വിളിച്ച് തിന്നാൻ പഴം തരും. ഞങ്ങൾ കോലായിലിരുന്ന് പുകല കൂട്ടി മുറുക്കും. 2 ദിവസം ഉമ്മയെ കണ്ടില്ലെങ്കിൽ കിടങ്ങറാ. അതേ ഞാൻ പറഞ്ഞത്, നല്ലാര് എല്ലാ യാതിയിലുണ്ടാവുന്നു. കവിഞ്ഞോലോ തിത്താച്ചുമ്പട മരച്ചീനിയിൽ പെരിച്ചാഴിയോള് കിടന്നു ഒക്കേം തിന്നു. പാവം കരിഞ്ഞു. ചന്ത കൊണ്ടുപോവാ ബാക്കി ഒട്ടും ഉണ്ടായില്ല. ഇക്കൊല്ലം ഉമ്മടെ മരച്ചീനി നന്നായിട്ടുണ്ട് ട്ടാന്ന് പറഞ്ഞാണ്ട് കണ്ണോണ്ടൊരു ഒഴിച്ചില്ല. ഓള് കാരണം എൻ്റെ അടുത്ത ചെന്തങ്ങ് വീണത്. ഇടിമിന്നൽ തട്ടിയിട്ടാന്നൊക്കെ വെറുതെ പറയാ. ഇത്ര അനേകം മരങ്ങൾ നിൽക്കുമ്പോൾ എൻ്റെ ചെന്തങ്ങ് മാത്രം ഇടിമിന്നൽ തട്ടി കരിഞ്ഞ് പോവോ? സാവിത്രി ചിലപ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്ക് പുലർച്ചെ ചെന്തങ്ക് കണി കാണാലോ ജാനുഅമ്മേ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന്. എനിക്ക് അന്നേ തോന്നിയതാ ചെന്തങ്ങിൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന്. പോയത് പോട്ടെ, അതൊന്നും ഓർത്തിട്ട് ദുഃഖിക്കണോണ്ട് എന്താ ഫലം? ഞാൻ 30 തെങ്ങും തൈ വെപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന് കണ്ണ് പറ്റാണ്ടിരിക്കുക ഒരു കോലുമ്മൽ കുടം കമത്തണം. വേലായിക്ക് കുടത്തുമ്മൽ മുഖം വരയ്ക്കാൻ നല്ല വിശ. കണ്ണും വായും ഒക്കെ വരയ്ക്കും. വേലായിയുടെ കുടം കണ്ട ചെകുത്താൻ്റെ ശായ കാക്കോളും കൂടി അടുത്ത് വരില്ല. വേലായിക്ക് ഭാഗ്യമുണ്ട്. ഓനിപ്പോൾ പാടത്തെ പണി ഇല്ലായിരിക്കാം. പാടം എവിടെയാ? എല്ലാ ഉടമസ്ഥന്മാർ വിറ്റില്ലേ. പാടമൊക്കെ നിരത്തി കെട്ടിടം വെച്ചു. പാടത്തെ പണി നിന്നു വെച്ചാൽ വേലായി രക്ഷപ്പെട്ടു. ഓൻ്റെ ചായ ഷാപ്പിൽ എല്ലാ ദിവസവും പുരുഷാരല്ലേന്നും വരണ്. ഗുരുവായൂരമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ കാണുന്ന അത്ര ജനം ഉണ്ടാവും ഓൻ്റെ കടയിൽ ചായ കുടിക്കാനും പുട്ടും കടലയും തിന്നാനും. വേലായുടെ കെട്ടിയോക്കും മക്കൾക്കും നടും നിർത്താൻ കഴിയില്ല. അടുപ്പുതല പണി. ഞാൻ പറഞ്ഞതാ വേലായേ ഇനി വിറക് കത്തിക്കണ അടുപ്പൊക്കെ മാറ്റി ഗ്യാസിൻ്റെ അടുപ്പ് വാങ്ങിക്കണമെന്ന്. കൊണ്ടുവരാനുള്ള കൂലിയും കൂട്ടി 300 ഉറുപ്പ്യ. അതുകൊണ്ടെന്താ നഷ്ടം?
നിങ്ങളുടെ ഭാര്യയ്ക്ക് തണ്ടൽ വേദന മാറിക്കിട്ടൂലോ, അതിൻ്റെ പ്രാക്ക് നിങ്ങൾക്ക് എത്ര കേൾക്കേണ്ടി വരുന്നു? കാലത്തിനനുസരിച്ചല്ലേ കോലം. പണ്ട് വേലായി ഒരു തോർത്തല്ലേ എന്ന് മുടുത്തറിഞ്ഞ് ഇപ്പോഴോ ഷർട്ടില്ലാണ്ടേ ഓൻ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ പരിഷ്കാരം മനുഷ്യന് ആവശ്യമാണ്. വലിയ പരിഷ്കാരമൊന്നും വേണമെന്നല്ല ഞാൻ പറയണത്. സീത ടീച്ചറെ പോലെ ചുണ്ടത്ത് ചായം തേക്കണമെന്നല്ല ഞാൻ പറയണത്. അത് ഓളെ പോലെയുള്ളവർക്ക് ചേരൂ. ആണുങ്ങളെ വായിക്കാൻ നടക്കണവരൊക്കെ കണ്ടൂടാ. ആളുടെ ഒരു നോട്ടവും പുഞ്ചിരിയും കണ്ട അപ്പം തോന്നും ഒന്ന് നോക്കാനിക്കണമെന്ന്. ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ജീവിച്ചതാ ഞാൻ. അവിടെ ഒന്നും സീത ടീച്ചറെ പോലെ പെണ്ണുങ്ങൾ ആണുങ്ങളെ നോക്കി വിളിക്കണത് ഞാൻ കണ്ടിട്ടില്ല. അവിടെയൊക്കെ പരിഷ്കാരികളാ, അത് നിശ്ചല്ലേ. പക്ഷേ ഇവിടെ മൈറ്റിക്കോതകളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഉള്ളവരൊക്കെയും കുടുംബത്ത് പറഞ്ഞവരാ. സീത ടീച്ചറിൻ്റെ കുടുംബ അതൊക്കെ ശരിയ. തൃത്താലേന്ന് വന്നോരാ. അച്ഛൻ കോയമ്പത്തൂർന്നാ. ഒരു ചേട്ടി, അയാൾ എന്നെ മരിച്ചു അത്രേ. വസൂരിയാർന്ന്. അന്നൊന്നും വസൂരിക്ക് മരുന്നില്ല. ഇംഗ്ലീഷ് മരുന്നൊക്കെ എപ്പോഴല്ലേ തുടങ്ങിയത്? പണ്ട് കഷായം കുടിക്കും, വായുഗുളിക ജീരക വെള്ളത്തിൽ അലിയിച്ച് കുടിക്കും. മാറിയെങ്കിൽ മാറി, മാറിയില്ലെങ്കിൽ പെല കുളിക്കുക, അത്ര തന്നെ. ആരാ ചാവേണ്ടത് എന്ന് നിശ്ചയിക്കണത് നമ്മളല്ല, വൈദ്യരുമല്ല. പഠിപ്പൊന്നുമില്ല, പക്ഷെ എനിക്ക് നല്ലോണം അറിയാം ആരാ നമ്മുടെയൊക്കെ ചാവേണ്ട തീയതി നിശ്ചയിക്കണമെന്ന്. അത് അവിടെ കുറിച്ച് വെച്ചിരിക്കുക ഗുരുവായൂരപ്പൻ. 7ാമത്തെ കഥ. തീയതി ദിവസവും പേപ്പർ വായിക്കും. കേരള കൗമുദി. ഓളക്ക് മനോരമയും മാതൃഭൂമിയും വേണ്ടാത്രേ. ഇന്റെ സമുദായക്കാർ വായിക്കണ പേപ്പർ കേരള കൗമുദിയാ. ഈ പേപ്പർ വിറ്റ് കിട്ടണ കാശ് അനുഭവിക്കണത് ഇന്റെ സമുദായക്കാരാ. ഓള് പറയാ. ഞാൻ പറഞ്ഞോണ്ട് വന്നത് ഓള് 4 ദിവസം മുമ്പ് രാവിലെ പേപ്പറും കൊണ്ട് ഇൻ്റെ അടുത്തേക്ക് ഓടി വന്നു. യാനോമ്മ കേട്ടോ വർത്താനം? ഓള് ചോദിക്കുക. നമ്മുടെ പൂലന്തേരിയ ഒടുവില് അവറ്റ വെടി വെച്ച് കൊന്നു. സത്യം പറയണല്ലോ, എനിക്ക് അത് കേട്ട് ദുഃഖാ തോന്നിയത്. ആള് ജഗജില്ലേർന്ന്. എത്ര കൊല കൊമ്പന്മാരെ ഓള് കൊന്നടക്കണു. ദുഷ്ടന്മാരെ കൊന്നക്ക് സങ്കടമില്ല. രാക്ഷസന്മാരെ കൊല്ലാനല്ലേ ഭദ്രാളി ജനിച്ചത്. ഇതൊക്കെ ദൈവത്തിൻ്റെ നിശ്ചയ. ഓളെ കൊല്ലൂന്ന് ഒട്ടും നിരീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ പോലീസുകാർക്ക് ആരാ കൊന്നതൊന്നും പിടികിട്ടില്ല. ഡൽഹിയിലല്ലേ, ആരാ കൊന്നാലും പോലീസിന് പിടികിട്ടില്ല. അത് ഈ കിശണ്ട്. ഗാന്ധി, ഇന്ദിരാഗാന്ധി, ആയമ്മയുടെ മൂത്ത മോനി ഒക്കെ ഡൽഹിയിൽ വെച്ചല്ലേ ഒന്നും കൊന്നത്. രാജീവ് ഗാന്ധിയെ കൊന്നത് ഡൽഹിയിൽ നിന്നല്ലെന്നാ. അത് കിശല്ല. ഞാൻ പേപ്പർ വായിക്കാറില്ല. തീയത്ത് പറയണത് കേൾക്കും, വിശ്വസിക്കുക അത്ര തന്നെ. ഞാൻ പറഞ്ഞോണ്ട് വരണതേ എന്താ വെച്ചാൽ ഡൽഹി എന്ന് പറയണ പ്രദേശത്ത് ആരും അറിയില്ല. ബാക്കിയുള്ളടത്തെ കൊലക്കേസാവും, ഒടുവിൽ ജയിലും പോവും. ആര് കൊല ചെയ്തവര്. മുതലുള്ളവരാച്ചാ ജയിലിൽ കയറ്റില്ല. അവരുടെ അപ്പോഴേക്ക് ടിക്കറ്റ് വാങ്ങിച്ച് അമേരിക്കക്കേ പോവും. അമേരിക്കയിലാ താമസം നമ്മുടെ നാട്ടിലെ സ്വത്തുക്കാരൊക്കെ. മക്കളെ അമേരിക്കയിലേക്ക് അയക്കും പരിഷ്കാരികൾ. അമേരിക്കയിൽ പോണവരെ കുട്ടികൾക്ക് തൊയിരം കൊടുക്കില്ല. പോയവരൊന്നും മടങ്ങിയിട്ടുമില്ല. മക്കളെ പിടിച്ച് കടലിൽ മുക്കിക്കൊല്ലണ പോലെയായി ഈ സമ്പ്രദായം. ഒടുവിൽ മരിക്കാൻ കിടക്കുമ്പോൾ ഒത്തിരി വെള്ളം തൊണ്ടയിൽ ഒഴിച്ച് കൊടുക്കാൻ വഴി കൂടെ വരണ പിച്ചക്കാരനെ ഉണ്ടാവും. മോയിലുള്ളവരെ പറ്റിക്ക് ആലോചിക്കുമ്പോൾ ദുഃഖം തോന്നണം. മോയിലുണ്ടായിട്ടിപ്പോൾ എന്താ ഫലം? ആഴ്ചയിൽ ഒരിക്കൽ പോണ് ചെയ്യും. ആര്? അമേരിക്കയിലുള്ള മക്കളും. അല്ലാതെ ആരാ? ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ മക്കളും പോണ് ചെയ്യില്ല. ചിലർ കൊല്ലത്തിൽ 2 തവണ പോണ് ചെയ്യും. പറഞ്ഞാൽ കേൾക്കില്ല. തന്തയ്ക്കും തള്ളയ്ക്കും കേൾക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല അവറ്റയ്ക്ക്. കഞ്ഞി തന്നെ വല്ലവരും കോരി കൊടുക്കണ്ടെന്ന സ്ഥിതിയാ. ചിലർക്ക് ഓംനിവേഴ്സ് ഉണ്ടാവും. മാസം 1200 ഓള് തട്ടിക്കും. ഉള്ളത് കൊണ്ട് അരി വാങ്ങണം, മരുന്നും വാങ്ങണം. വയസ്സായ വലിയ കഷ്ടപ്പാടാ. ഇടയ്ക്ക് എനിക്ക് തോന്നും ഇവറ്റയൊക്കെ വിട്ട് ഞാൻ കൊച്ചി പോയി കാമലൂട്ടിയമ്മയുടെ വീട്ടിൽ താമസാക്കുന്നു. കാമലൂട്ടിയമ്മയുടെ പേരല്ലേ മാറിയിട്ടുള്ളൂ. കമലൂട്ടിയമ്മ തന്നെയാ. ഇന്നെ നോക്കും. എനിക്ക് ധന്വന്തരവും തൈലവും ഇംഗ്ലീഷ് മരുന്നും മേടിച്ചു തരും. വെറ്റിലിയും പുകലിയും വാങ്ങിത്തരൂ. ഞാൻ അടുക്കളയിൽ ഒരു മൂലക്കിൽ ചുരുണ്ട് കിടന്നോളാം. ഇന്നെ കൊണ്ട് ആർക്കും ഒരു തൊന്തരവും ഉണ്ടാവില്ല.
ഞാൻ ഇടയ്ക്ക് തെറ്റി പിരിഞ്ഞ് പോരണതേ കമലൂട്ടിയമ്മയോട് തെറ്റിയിട്ടല്ല കേട്ടോ. അത് ജമ്മ ഉണ്ടാവില്ല. അടുക്കളപ്പണിക്ക് നിൽക്കണവരായിട്ടാണ് ഞാൻ ഒച്ച വെക്കണ്. അവരുടെ പവർ കണ്ടാ തോന്നും സാമൂരിക്കോലോത്തുനിന്ന് വന്ന തമ്പരാട്ടികളാണ്. കമലൂട്ടിയമ്മയുടെ സാരിയൊക്കെ ഇരട്ടി വില കാണും. അവരുടെ സാരിയൊക്കെ കയ്യിലും കാതിലും കഴുത്തിലും കുറെ സ്വർണ്ണോ. എനിക്ക് ചോദിക്കാൻ തോന്നും, ഇതൊക്കെ പൊന്നാ? ഇത് വരവാ പൊന്നായ എന്താ ചെയ്തം? മൂക്കിൽ പല്ല് വന്നിട്ടും സ്വയംവരം നടക്കണില്ല. പൊന്നിട്ടിട്ടും ഓരോറ്റാണ് ഒരുത്തൻ തിരിഞ്ഞ് നോക്കണ്ട. ശരിയാ, എനിക്ക് ഇതുപോലുള്ളവരെ കണ്ടൂടാ. കാരണം എന്താന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയണ്ട്, എനിക്ക് ഇത്തരം മെറ്റിക്കോതോളെ ഇഷ്ടമില്ല. അടക്കം ഒതുക്കവും വേണം. അടുക്കളയിൽ പണിയെടുക്കണവർക്ക് മുടി അഴിച്ച് പറന്ന് പറപ്പിച്ച് ചോറ് വെക്കരുത്. മുടി വിഷാ. എനിക്ക് നീണ്ട നഖവും കണ്ടുകൂടാ. നഖം മുറിഞ്ഞ് സാമ്പാറിൽ വീണാലോ അവറ്റയ്ക്ക് വറക്കത്തില്ല. അത്രയല്ലേ പറയണ്ടു. നഖത്തമ്മൽ മിന്നണ ഒരു കൂട്ടക്സ തേക്കണ്. മൈലാഞ്ചിയോ അതൊന്നും ഒറ്റ തൊടില്ലാലോ. മാസത്തിൽ ഒരു ദിവസം കാണാം ബ്യൂട്ടി പാർലറിലേക്ക് പോണത്. പോയാൽ പിന്നെ കയറി വരണത് സന്ധ്യക്കാ. മൊത്ത രോമം വെളുപ്പിക്കൂത്രേ. പിരികം നുള്ളിക്കളയും. ഒരു കൂട്ടമൊക്കെ ചെയ്ത് ചെകുത്താമാരുടെ അന്തി വെളുത്തോണ്ട് മടങ്ങും. പോയ ആളല്ല മടങ്ങുക. പോകുമ്പോൾ ലേശം ശ്രീത്തൊക്കെ ഉണ്ടാവും. മടങ്ങണവരെ കണ്ട കുട്ടിയോട് പേടിച്ച് നിലവിളിക്കും. പറഞ്ഞ് ഞാൻ പൂലൻദേവി അപ്പടി മറന്നു കേട്ടോ. ഓള് രസികത്തിയായിരുന്നു. എന്താ ഉശിര്. കമലൂട്ടിയമ്മ ടി വിയിൽ ഒരു കൂട്ടം നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പറയൂ, നോക്ക് ജാനോ, അത് പൂലൻദേവിയാ. പൂലൻദേവിയുടെ കഥ വായിച്ച് കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയാ പൂലൻദേവിയുടെ സിനിമ കണ്ടത്. ഹിന്ദിയിലാ. എനിക്ക് കുറച്ച് ഹിന്ദിയും വേശാ. ബോംബെയിൽ താമസിക്കുമ്പോൾ എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് ആരോ പോയിരുന്നെന്ന് കേൾക്കണ്ടേ. കാരഞ്ചിയുടെ ഭാര്യ ഐലീൻ. കമലൂട്ടിയമ്മയുടെ കൂട്ടുകാരിയാ. കാണാൻ അതിസുന്ദരി. പക്ഷെ ജാക്കറ്റും സാരി ഉടുക്കില്ല. ട്രൗസറും പട്ട് ജാക്കറ്റും ഇട്ടിട്ടാ 36രുടെ വരവ്. ചുണ്ടുമല ചോന്ന ചായം ചിലപ്പോൾ തേക്കൂ. തേക്കാത്തപ്പോഴാ ഭംഗി. ഇൻ്റെ ചുണ്ട് എപ്പോഴും ചോപ്പാ. വെറ്റില മുറുക്കൂലോ. ഇൻ്റെ മുഖം നല്ല ഭംഗിയുണ്ടെന്ന് മൂപ്പിയത്തിയാർ പറയണത് കേട്ടിട്ടുണ്ട്. മുഖസ്തുതിയാ? ഏയ്, അവരൊക്കെ തറവാടികളാ. അവരൊക്കെ സത്യേ പറയൂ. ഇൻ്റെ കയ്യിൽ നിന്ന് പൊന്തു നേടാനാ? മുതലുള്ള പെണ്ണുങ്ങളെ എല്ലാവർക്കും വേണം. അവറ്റിക്ക് മുഖസ്തുതിയും കിട്ടും. കാക്ക കുറത്തിടന്തി കറുത്തിട്ടായാലും ചിലർ പറയും സാക്ഷാൽ മഹാലക്ഷ്മിയാന്ന്. കാശ് കടം വാങ്ങാനാ ഈ പ്രയോഗമൊക്കെ. കാശും കൊണ്ടൊരു നടത്താ. പിന്നെ ഈ ജന്മ അവറ്റിയെ കാണൂല. മഹാലക്ഷ്മി എന്ന് വിളിച്ച മനുഷ്യനെ കണ്ടുവെന്ന് ചോദിച്ചുകൊണ്ട് ജീവിക്കും. ആര്? ആ പണക്കാരി. അതിൻ്റെ കാശ് പോയ തന്നെ. മുഖസ്തുതി കേട്ട അപ്പോൾ എണീറ്റ് പോണം. അതാ ബുദ്ധി. 8ാമത്തെ കഥ. ഞാൻ ഇപ്പോൾ സിനിമ കാണാൻ പോവാറില്ല. വസ് പിടിച്ച് കുറെ നേരം കണ്ടോരുടെ വിശർപ്പിൻ്റെ നാറ്റവും ചിലപ്പോൾ ഒരു നുള്ളും ഒക്കെ സഹിച്ച് ഒടുവില് സിനിമ തിയേറ്ററിലെത്തുമ്പോൾ എനിക്ക് ഒറ്റയടി മുമ്പിലേക്ക് വെക്കാൻ വയ്യാണ്ടേ ആവും. കുട്ടികളാണെങ്കിൽ എനിക്ക് തറ സീറ്റ് വാങ്ങി തരൂല്ല. വാൽക്കണ സീറ്റാ വാങ്ങുക. അതിനോ ഇരുട്ടിൽ തപ്പിപ്പിടിച്ച് കയറി ഒടുവില 18ാം പടി ചവിട്ടുക. എൻ്റെ കുരാരിപ്പാ. എനിക്ക് അപ്പോൾ തുടങ്ങൂലോ എൻ്റെ തണ്ടൽ വേദന. എത്ര മരുന്നുകൾ സേവിച്ചു, എത്ര വഴിപാട് കഴിച്ചു, ഒരു ഭേദവും ഇല്ല. എല്ലിൻ്റെ അകത്ത് ചൂളിന്ന് കുത്തന. ഇനി ഞാൻ ആരെയും കാണാൻ പോവില്ല. ആരുടെ ചികിത്സയ്ക്ക് വേണ്ട. ഇന്ന് തൊട്ടടക്കുമ്പോഴേ ഈ വേദന മാറുള്ളൂ. അതിക്ക് ഇഷ്ടണ്ട്. രോഗത്തിനില്ലേ ചികിത്സ? തലത്തിനുണ്ടാ ചികിത്സ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ജന്മയ്ക്ക് സിനിമ കാണണ്ട. ഒടുവില് കണ്ടത് ജയരാജൻ്റെ ശാന്തെന്ന് വേറുള്ള സിനിമയാ. കറുത്തിട്ടൊരു കുണ്ടനെ ഓൻ്റെ അമ്മ തൊട്ട് തലോടണ്. ഓൻ്റെ തല തോർത്തിക്കണ്. ഓന് വേണ്ടി അമ്പലത്തിൽ പോയി കണ്ണടച്ച് പ്രാർത്ഥിക്കണു. എന്നിട്ടെന്താ, ഓനൊട്ട് നന്നാവണില്ല. തമ്മി തല്ലിക്കൊല്ലാനാ ഓനും ഓൻ്റെ ചെങ്ങായികൾക്കും പൂതി. വല്ലാത്തൊരു സിനിമയ്ക്ക് കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ കപ്പയും മീനും കുട്ടികൾക്ക് കൊടുക്കാറുന്നു.
ഇക്ക് ഈ കരച്ചിലും വീച്ചിലും അശേഷം ഇഷ്ടാവില്ല. ശ്രീനിവാസനും മാളയും മാമുക്കോയൊക്കെ ഉള്ള സിനിമകളൊക്കെ ഇഷ്ടം. മനസ്സ് തോർന്ന് ചിരിക്കുക. ഈ ജയരാജനൊക്കെ അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, എൻ്റെ ജയരാജ, ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് തോന ദുഃഖവും കണ്ണീരും കൊടുത്തെടുക്കണം. ഈ നിങ്ങളുടെ വകയും ദുഃഖം കൊടുക്കണ എന്താ? ഞാൻ പറയണത് ശരിയല്ലേ? പണ്ടൊരാൾ പറഞ്ഞത് എന്താശണ്ട, തോട്ടക്കാരനാച്ചാ അയാൾ പൂച്ചെടികൾക്കാ നനയ്ക്കേണ്ടത്, മുൾച്ചെടികൾക്കല്ല. മുള്ള് തൊട്ട കൈ വേദനിക്കില്ലെന്നും. ആളോളെ സന്തോഷിപ്പിക്കണ കഥോളം അവിടെ സിനിമയിൽ. ആളോളെ കരയിപ്പിക്കണത് എന്തിനാ? കരയിപ്പിച്ചോൻ്റെ പാവം കിട്ടൂലേ? ഞാൻ ആരെയും കണ്ടിട്ടില്ലേ? ജയരാജനെ ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ വലിയവരല്ലേ, കായുള്ളവര്. അവറ്റൊന്നും പാവങ്ങളുടെ വീട്ടിൽ വരില്ലാലോ. കമലൂട്ടി അമ്മയുടെ വീട്ടിലാ? ഇക്കോർമ്മല്ല. ഈ പേര് ഞാനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ദേവാനന്ദ് വന്നായിരുന്നു. ഇന്നെ നോക്കി എന്തായിപ്പോ ഞാൻ പറയേണ്ടത്? ഒരു പുഞ്ചിരി. അയാൾ ചിരിച്ച് പെണ്ണുങ്ങളെ പാട്ടിലാക്കിയായിരുന്നു. ആക്കിക്കോട്ടെ, നമ്മക്കെന്താ ചെയ്തോ? ദേവാനന്ദ് നമ്മുടെ സംബന്ധക്കാരനല്ലല്ലോ. പിന്നെ നമ്മക്കെന്താ ചെയ്തോ? പിന്നെയും ചിലവരൊക്കെ കണ്ടായിരുന്നു. ഇപ്പൊ ഒന്നിനും പേര് ഓർമ്മയില്ല. നമ്മുടെ നാട്ടുകാരില്ല, ഒക്കെ മറാഠികളും ഹിന്ദിക്കാരും. കണ്ടാ ചേരുണ്ടേനെ. കണ്ടാത്തൊന്നും തനി നായന്മാരാന്ന്. തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ പ്രേം നസീറിനെ കണ്ട്. കവള് ചോക്കന്ന് അതിസുന്ദരൻ. അത് നമ്മുടെ ജാതിയല്ല, തുലുക്കനാന്ന് ദാസുമേനോ എന്നോട് പറഞ്ഞപ്പോൾ ഒക്കെ വിശ്വാസമായില്ല. കോലോത്ത വലിയ തമ്പുരാൻ്റെ നെറും തലിയെടുപ്പും. പിന്നെയും നോക്കാൻ തോന്നും. ഞാനങ്ങനെ ആണുങ്ങളെ നോക്കി ചോര കുടിക്കില്ല. ഏർപ്പ് എൻ്റെ തറവാട്ടിൽ ഒരൊറ്റ പെണ്ണും ആണുങ്ങളെ തുറിച്ചു നോക്കിയിട്ടില്ല, ഇങ്ങോട്ട് നോക്കൂല. അമ്മാമല്ലേ വേലപ്പാര് ആദ്യം വരച്ച വരയിൽ നിർത്തിയിട്ട പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നത്. അത് ഇഷ്ടണ്ട. പ്രേം നസീറല്ല, ഇനി സാക്ഷാൽ ഗാന്ധി വന്നാലും എൻ്റെ അവിടുത്തെ പെൺകുട്ടികൾ തുറിച്ചു നോക്കില്ല. തീർച്ച ആണുങ്ങളുടെ ഭംഗിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എൻ്റെ അടുത്ത സുനി പറയാ, നമ്മുടെ ജയൻ അതിസുന്ദരന്ന്. ഓരോരുത്തരുടെ കണ്ണിലും ഓരോരുത്തർ സുന്ദരന്മാർ അല്ലേന്നും. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പണ്ടൊരാൾ പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ജയരാജ് അങ്ങനെ എല്ലാവരെയും കരയിപ്പിക്കാൻ തുടങ്ങണ്ട. നല്ല സിനിമകൾ എടുക്കണോ, പാട്ടും ചീറി ഒക്കെ ഉള്ള സിനിമകൾ. ഞങ്ങളൊക്കെ ചിരിക്കണ്ടേ, സന്തോഷിക്കണ്ടേ? മോനെ ജയരാജ, അനക്കും അമ്മല്ലേ, അമ്മമ്മല്ലേ, പെങ്ങന്മാരില്ലേ? അവറ്റൊക്കെ തേങ്ങി കരണത് കാണാൻ എനിക്ക് മോഹണ്ട. ഞാൻ കണ്ടിട്ടില്ല. ചെറുപ്പക്കാരനാന്ന് നമ്മുടെ സുനി പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. തൃശ്ശൂരത്ര താമസം. വേറെ കഥയൊന്നും കിട്ടിയില്ലെങ്കിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ രാവിലെ തൊഴാൻ പോണ പെങ്കടാങ്ങളുടെ സിനിമ എടുത്തോളി. നല്ല ചേലുണ്ടാവും. പക്ഷേ പണ്ടത്തെ ഭംഗിയൊന്നും ഇപ്പത്തെ കുട്ടികൾക്കില്ല, അത് തീർച്ചയാ. ആരാ മുണ്ട് ചിറ്റണ്? ആരുമില്ല. മുടി മുറിച്ചെടുക്കണു. മൊച്ച കൊരങ്ങന്മാരെ പോലെയാ ചാടി നടക്കണ അവറ്റ. അല്ലാണ്ടേ ഞാൻ ആരെ പറ്റിയാ പറയാ? നായന്മാരിലും ഉണ്ടല്ലോ മുന്തിയ ജാതി, കിരിയത്ത്, വെള്ളായ്മ. അവരും വെറും അമ്പലത്തിൽ അമ്മിയന്മാരും വെറും മുഖത്തൊക്കെ പച്ചമഞ്ഞളും തേച്ചിട്ട്. നിങ്ങള് പെലർച്ച പോയി നോക്കി. തൃശ്ശൂരിലെ പെണ്ണുങ്ങളല്ലേന്നു ഈ ഭൂമിയിൽ വെച്ച് സുന്ദരിയോള്. സൗന്ദര്യ മത്സര. ഉവ്വ് ഞാൻ കുറെ കേട്ടെടുക്കണു. കമലൂട്ടിയമ്മ പേപ്പറിലെ ഫോട്ടം കാണിച്ച് തന്നിട്ടുണ്ട്. പ്രാന്തം താമി നടന്നിരുന്ന പോലെ അല്ലേന്നും പെണ്ണുങ്ങളെ കൊണ്ട് നടത്തണ്. കോണോ കുന്തന്മാരെന്ന് നമ്മൾ പറയാറില്ലേന്നും. കോണം ഉണ്ടെന്ന് മാത്രം. മുലയുടെ മുകളിൽ ശകലം തുണിയുണ്ടാവും, ബാക്കിയൊന്നുമില്ല. നോക്കിയ ഓക്കാനം വരും. ഏവറ്റ കൊണ്ട് നിർത്തണത് ആരാശുണ്ടോ? ശത്രു ആളൊന്നല്ല, സ്വന്തം താന്തയും തള്ളിയും തന്നെയാ. കാശിട്ടൂത്രേ. ജയിച്ചോക്ക് നല്ല കാശാ, തോറ്റോർക്കൊന്നുമില്ല. നേരെ വണ്ടിയും പിടിച്ച് കുടുംബത്തേക്ക് മടങ്ങും. നാണോ മാനവും പോയി ഇനി കുടുംബത്തെ കഞ്ഞി തന്നെ ശരണം. എന്തായി പറയണ്? ഞാൻ പോവുമെന്നോ? എനിക്ക് നല്ലപ്പം കാലത്തും കൂടി തോന്നിയിട്ടില്ല. ബാക്കിയുള്ളവരെ മുമ്പിൽ തുണി ഊരാൻ ഞാൻ പോവില്ല.
ഒരു സൗന്ദര്യ മത്സരത്തിന് ഞാൻ പോയില്ല. ആനത്തലയോളം പൊന്ന് തരാന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ മുണ്ടായിട്ടില്ല തീർച്ച. കഥ 9ാമത്തെ കഥയാണ് ഇനി പറയുന്നത്. കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ദിവസം ഇവിടെ വന്ന് കുത്തിരിക്കണ്ട നായരെ. എപ്പോഴും കഥ പറയാനൊന്നും എനിക്ക് സമയമില്ല. എൻ്റെ അടുത്ത പെൺകുട്ടികളൊന്നും ജോലി ചെയ്യാൻ കൊള്ളൂല. ഞാൻ തന്നെയാ മിറ്റടിക്കണ്. കുടംപുളി ചേർത്ത് മീൻകറി വെക്കണതും ഞാനാ. ഈ വെറ്റിയൊക്കെ കെട്ടണവരനുഭവിക്കും. പെണ്ണുങ്ങളായി ജനിച്ചാൽ നല്ലോണം വേപ്പ് പഠിക്കണം. വേപ്പ് വേഷമില്ലെങ്കിൽ ടീച്ചർമാരാവണം അല്ലെന്നും. എൻ്റെ കഥ കേൾക്കാൻ കോഴിക്കോട്ടേക്ക് വന്നതാ. നിങ്ങൾക്ക് കുറേ കാശ് ചെലവാവില്ലേ നായരെ? പണ്ടത്തെ കോഴിക്കോട് അപ്പോഴത്തെ കോഴിക്കോട് നേരും നെറിയൊക്കെ പോയില്ലേന്നും. ബസ്സിൽ നടക്കണ അഹമ്മദിയെ പറ്റി മാതൃഭൂമിയിൽ വായിച്ചില്ലേ? ഭാര്യ മക്കളും ഉണ്ടാക്കി കൊടുക്കണ വിട്ടും കടലയും നേന്ത്രപ്പഴം പുഴുങ്ങിയത് 2 കോഴിമുട്ടയും വയറ് നിറച്ച് ചാപ്പിട്ട് ഓരോരോ ആണുങ്ങൾ ബസ്സിൽ കയറും. പെണ്ണുങ്ങളുടെ പിന്നിൽ അവരുടെ മണം പിടിച്ച് നിൽക്കാനാണ് ഇഷ്ടം. ചിലപ്പോൾ ഇരിക്കും. ചന്തീമലാന്നുള്ളണ്. നുള്ളാൻ പറ്റിയ വേറൊരു ഭാഗം കണ്ടില്ലിരിക്ക. എന്നാ അത് കണ്ടോണ്ടിരിക്കണ പുരുഷന്മാരോ അവറ്റ എണീറ്റ് ഈ തെമ്മാടികളുടെ ചെവിക്കുറ്റിയിൽ അടിക്കോ? ഇല്ല. അതിനൊക്കെ കുറച്ച് ആണത്തം വേണം. അതിപ്പോ കോഴിക്കോട്ട് കാണില്ല. അവനാൻ്റെ ഭാര്യയുടെ ചന്തീമ്മൽ ഒരാൾ നുള്ളിയാലും കണ്ണടച്ച് ഞാനൊന്നും കണ്ടില്ലേന്ന് ആരാണാന്ന് ചോദിച്ചോണ്ടിരിക്കൂ. ആണുങ്ങൾക്ക് ഭൂമിയോളം ക്ഷമ വേണോ? നിങ്ങൾ പറയുന്നേരെ. നിങ്ങൾക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. ഇന്നെ എഴുത്തും അതിനെ ആരും പഠിപ്പിച്ചില്ല. ഇൻ്റോടത്തെ പെൺകുട്ടികളെ സ്കൂളിൽ അയക്കാൻ അമ്മാമയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് സ്കൂളിൽ പോകാഞ്ഞത് എൻ്റെ ഭാഗ്യമായിന്ന്. വല്ല ചെക്കൻ്റെയും കൂടെ ഒളിച്ചോടി പോയില്ലല്ലോ. നിങ്ങൾക്ക് പ്രേമം ഉണ്ടായിട്ടില്ലേന്ന് ഓരോരുത്തർ എന്നോട് ചോദിക്കാറുണ്ട്. പത്രക്കാരാ അവറ്റയ്ക്കല്ലേ തമ്മാടി ചോദ്യങ്ങളൊക്കെ പെണ്ണുങ്ങളോട് ചോദിക്കാൻ തോന്നുന്നു. പ്രേമം അത് എൻ്റെ തള്ളയ്ക്കല്ലേ തോന്നിയത്? ഞാൻ അപ്പോൾ ചോദിക്കും. അപ്പോൾ കുണ്ടന്മാർ അങ്ങോട്ട് ഇല്ലാണ്ടേ ആവും. സംബന്ധക്കാരനെ കിട്ടാൻ മുഖശ്രീ ഉള്ള ഒരു പെൺകുട്ടിക്ക് പ്രേമം വേണം? വേണ്ട. കാണാൻ ചേലില്ലാത്ത പെണ്ണുങ്ങൾക്ക് ആ പ്രേമം വേണ്ടത്. വയറ്റിലുണ്ടായ നാട്ടുകാരെയും കൊണ്ട് ചെക്കൻ്റെ വീട് വളഞ്ഞ് ഓൻ്റെ തന്തിയും തള്ളിയും വിളിക്കുക. അപ്പോൾ സംബന്ധവും നടക്കും. നമ്മുടെ ശാന്തയുടെ ഇളയ മോള് ദമയന്തി ഞങ്ങൾ കണ്ടിട്ടില്ലേ? വെളുത്ത് മെലിഞ്ഞ് ഒരു കൊൽപ്പാമ്പ് പോലത്തെ പെണ്ണ്. പ്രീ ഡിഗ്രിയിൽ തോറ്റ് പഠിപ്പ് നിർത്തി. പിന്നെ ആ പ്രേമം തുടങ്ങിയത്. ഒരു നസ്ത്രാണി ചെക്കനാ. സ്വർണ്ണ കച്ചവടക്കാരൻ്റെ മോനാ. തൃശ്ശൂക്കാരൻ. എവിടെ വച്ചാ പ്രേമം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഓളൊന്നും പറയില്ല. സ്വർണ്ണ കച്ചവടക്കാരൻ്റെ വീട് ഓളുടെ നാട്ടുകാർ രാത്രിയിൽ ചെന്ന് വളഞ്ഞു. സ്വർണ്ണ കച്ചവടക്കാരൻ മോനെ അടുക്കളയിൽ ഒളിപ്പിച്ചു. എന്നിട്ട് ഗുണ്ടോളെ ഫോൺ ചെയ്ത് വരുത്തി. അവൻ്റെ ദമയന്തിൻ്റെ വക്കാലത്തിന് വന്നവരെ അടിച്ച് പപ്പടാക്കി. പോലീസും വന്നില്ല, പട്ടാളവും വന്നില്ല. കൈയും കാലും ഒടിഞ്ഞവരൊക്കെ മെല്ലെ മെല്ലെ നടന്ന് തൃശ്ശൂർ ആശുപത്രിയിൽ പോയി കിടന്നു. പിന്നെ ആ ചെക്ക അമേരിക്കയ്ക്ക് പോയി എന്ന് കേട്ടു. ദമയന്തിയോ? ഓളിങ്ങോട്ട് പോവാനാ. ഓള് തിങ്കളാഴ്ച പരൂര ശിവക്ഷേത്രത്തിൽ പോയി തോളും. തിങ്കളാഴ്ച നോമ്പ് തെറ്റിക്കണില്ല. ഓൾക്ക് ഇനി സംബന്ധക്കാരൻ വരുമോ? പ്രേമം കഴിഞ്ഞ പെണ്ണ് തിങ്കളാഴ്ച നോറ്റിട്ടെന്താ ഫലം? ആരും തിരിഞ്ഞു നോക്കണില്ല. ഹോം നേഴ്സ് ആവണമെന്നാ മോഹം എന്ന് ഓൾ എന്നോട് പറഞ്ഞു. ആവതില്ലാതെ ഒരു മൂലയിൽ കിടക്കണ വയസ്സന്മാരെ നോക്കിയാൽ മാസം 1000 ഉറുപ്പ്യ കിട്ടുത്രേ. 2 നേരം ചോറ്, രാവിലെ ചായയും പലാരോ. ഒരു വിധത്തിൽ നോക്കുമ്പോൾ കല്യാണം കഴിക്കണേൽ സുഖമുള്ള കാര്യമാണ് ഹോം നേഴ്സ് ആവുക. അല്ല നേരെ. ചിലപ്പോൾ വയസ്സന്മാർ ചാവുമ്പോൾ മക്കളോട് പറയൂ എൻ്റെ ഹോം നേഴ്സിന് 5000 ഉറുപ്പ്യ കൊടുക്കണേന്ന്. പണ്ടൊക്കെ പേരെടുക്കാൻ വന്നിരുന്നില്ല പേറ്റിച്ചോള്. അവറ്റയ്ക്ക് സുഖ. പെറ്റ പെണ്ണിന് എണ്ണ തേച്ച് കുളിപ്പിക്കും, വേദവെള്ളം ഒഴിച്ച് കൊടുക്കൂ, ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് ചോറ് വിളമ്പി കൊടുക്കും. അന്നൊക്കെ നല്ല രക്ഷ ചെയ്യും. പെണ്ണ് 56 കഴിയുമ്പോൾ കൊഴുത്ത് തുടുത്ത് സുന്ദരിയാവും. അപ്പോൾ പെണ്ണിനെ കാണാൻ 4 കണ്ണ് വേണം. പേറ്റിച്ചിക്ക് എല്ലാവരും ഉറുപ്പ്യ കൊണ്ടുവന്ന് കൊടുക്കും. ജാക്കറ്റ് ഉണ്ടാക്കാൻ ശീല കൊടുക്കും. പെറ്റ പെണ്ണിന് ഉണ്ടാക്കണ ആട്ടുംകരൽ സൂപ്പ് കുറച്ച് കട്ട് കുടിക്കും. അത് തീർച്ചയാ. കള്ളവർഗ. കരിനോച്ചിയുടെ ഇല പറിച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ തണ്ടൽ വേദന ഉണ്ടാവില്ല. അതിന് കരിനോച്ചി എവിടെ ഇപ്പം കിട്ടുക? കരിനോച്ചിയുടെ മരം നമ്മുടെ കുറുപ്പിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പടിഞ്ഞാറേ തൊടിയിൽ. അത് അയാൾ വെട്ടിപ്പിച്ചു.
എന്താ ഈ കടുങ്കൈ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു. അയാൾ പറയാ, ജാനുമേ, തണ്ടൽ വേദനയ്ക്ക് ഇംഗ്ലീഷ് മരുന്ന് തേച്ചാൽ മതി. കുറുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റാ. എന്നിട്ടെന്താ, ആളൊരു മൊരടനാ. 28 കൊല്ലം ഒപ്പം താമസിച്ച ഭാര്യയല്ലേന്നോ അയാളെ വിട്ടൊരു മാഷ്ടെ കൂടെ ഓടിപ്പോയത്? കുറുപ്പ് ചോദിക്കുക. കുഞ്ഞിലക്ഷ്മി എന്തിനാ എന്നെ വഞ്ചിച്ച്? ഞാൻ അവക്ക് സ്വർണ്ണ ചെയിനും 10 വളോളും ചീക്കി മോതിരം ഒക്കെ കൊടുത്തില്ലേ. രാവിലെ ഓള് കോഴിമുട്ടയും പാലും ഇഡ്ഡലിയും ദോശയും നേന്ത്രപ്പഴവും കഴിച്ചില്ലേ. 2 നേരവും ചോറും പുളിശ്ശേരിയും വറുത്ത മീനും തിന്നില്ലേ. ഓൾക്ക് കസവിൻ്റെ സെറ്റും കൊണ്ട് ഓണത്തിനും തിരുവാതിരയ്ക്കും ഞാൻ വാങ്ങി കൊടുത്തില്ലേ. പിന്നെന്തേ ഓള് കോന്തമാഷ്ടെ കൂടെ പോയത്? അപ്പോൾ ഞാൻ പറഞ്ഞു, കുറുപ്പേ, പെണ്ണായ കോഴിമുട്ടയും പാലും കസവിൻ്റെ സെറ്റും കൊണ്ടും കിട്ടിയാൽ മതിയാവില്ല. വേറെ ചില ആവശ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടിയിരുന്നു. ഇനിയിപ്പോൾ ഓരോന്ന് എണ്ണി പറഞ്ഞ് ഓളെ ശവിക്കണ്ട. കുറുപ്പ് മൊരടനാ. പക്ഷെ കുഞ്ഞിലക്ഷ്മി അയാളെ മാനം കെടുത്തി. തിന്ന ചോറിന് നന്ദി കാണിച്ചില്ല ഓള്. പോയപ്പോൾ കുറേ കാലം കുറുപ്പ് കിടപ്പിലായി. ആരോണ്ടും ഉണ്ടാണ്ടേ മുഖം തിരിച്ച് കിടപ്പാ. പാഷണിയാ. ഒടുവിൽ ഏടുമാഷ് വന്ന് ഉപദേശിച്ച് എണീപ്പിച്ച് ചായ കുടിപ്പിച്ചു. ഏടുമാഷ് ചോദിക്കുക, കുറുപ്പേ, ഭാര്യ പോയിച്ച ഒരാൾ മരിക്കണമെന്ന് ഗവൺമെൻറ് നിയമം പാസ്സാക്കിയിട്ടുണ്ടാ? പോക്കഞ്ഞ കൊള്ളി പുറത്ത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം കെടുത്തിയ ആ മൂശേട്ട. ഓളെ നിങ്ങൾ മറക്കണം. കർക്കിടക മാസം പറക്കാൻ പോണ്. കർക്കിടക ആവുമ്പോഴേക്കോ ഓളെ പോയില്ലോ. ചേട്ട പുറത്ത്, ശ്രീ ഭഗവതി അകത്ത്. കുറുപ്പ് ആളാകെ കോലം കിട്ടുന്നേ. ചായപ്പീടികയെന്നാ ചായയും പലഹാരവും കൊണ്ടുവരണത്. ചോറും കൂട്ടാനും ഹോട്ടലിൽ നിന്നും. കുഞ്ഞലക്ഷ്മിക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടായിരുന്നു. കുറുപ്പ് ഇപ്പോൾ പരോശായി. ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാന്ന്. കുറുപ്പിനെ കണ്ടാൽ തോന്നുന്നു ഒരു ക്ഷയരോഗിയാന്ന്. കുറുപ്പ് ഇനിയും കല്യാണം കഴിക്കണം. സ്ഥായിയുള്ളൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടിരണം. നമ്മുടെ ജാതി മുന്തിയതാ. പക്ഷെ ഈ ജാതിയിൽ സ്നേഹമുള്ളവരെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. മുന്തിയ ജാതിയിൽ സ്ഥായിയുള്ളവരെ കാണില്ല. ഞാൻ പറഞ്ഞൊന്നും ആരോടും പറയണ്ട. കേസും കൂട്ടവും ഒന്നും വേണ്ട. ഞാൻ തൊഴിലായിട്ട് ഇവിടെ ജീവിച്ചോട്ടെ. കുറുപ്പിന് സ്നേഹ ആവശ്യം. ബാക്കിയുള്ളതൊക്കെ ആദ്യത്തിനുണ്ട് ഇല്ലേ? സ്വത്തില്ലേ? ഉണ്ട്. നിലല്ലേ? ഉണ്ട്. അറേ നേരെയുള്ള പെരല്ലേ? ഉവ്. കുറുപ്പിന് സ്നേഹമുള്ളൊരു ഭാര്യ അപ്പോൾ ആവശ്യം. കുഞ്ഞിലക്ഷ്മി ഇപ്പോൾ കാസർകോട്ട അത്രേ. തുളു ഭാഷയിലത്രേ ഓള് സംസാരിക്കണ്. മാഷ് ബ്രാഹ്മണനാ? മുഖം ചൊകാന്ന് തുടുത്തിട്ടാ? അമ്പലകുളത്തിൽ കുളിക്കുമ്പോൾ അങ്ങേ കടവത്ത് നിന്ന് പെണ്ണുങ്ങളൊക്കെ അയാളെ നോക്കിയിരുന്നു അത്രേ. കുഞ്ഞിലക്ഷ്മി ആദ്യം മാഷ് കുളിക്കണത് നോക്കി കുറേ നേരം ഒന്നും മുണ്ടാണ്ട നിന്നു അത്രേ. എന്നോട് പറഞ്ഞത് ബ്രാഹ്മണിയമ്മയാ. എന്താ കുഞ്ഞിലക്ഷ്മി നിങ്ങൾ പന്തം കണ്ട പെരിച്ചായ പോലെ നിൽക്കണമെന്ന് ബ്രാഹ്മണിയമ്മ ചോദിച്ചു അത്രേ. മാഷ് കുളിഞ്ചവും കഴിഞ്ഞ് പോകുമ്പോൾ കുഞ്ഞിലക്ഷ്മിയുടെ മേത്തേക്ക് തുറച്ച് നോക്കിയിരുന്നു എന്ന് ബ്രാഹ്മണിയമ്മ പറഞ്ഞു. അന്ന് തുടങ്ങിയതാ ബന്ധം. ഞാനൊന്നും പറയണില്ല. കുഞ്ഞിലക്ഷ്മി ഒരു പെങ്കിടാവൊന്നുമല്ല. ഓൾക്ക് 40-45 വയസ്സായി. ഇനി ഓളും കുറച്ച് സൂക്ഷിക്കട്ടെ. ആരൊക്കെയാ സൂക്ഷിക്കേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടത് ദൈവ. കുഞ്ഞിലക്ഷ്മി സൂക്ഷിച്ചോട്ടെ. എന്താ നായരെ പറഞ്ഞുകൊണ്ട് വരണേ? ഞാൻ പുരോഗമനവാദി എന്നാ? അതെന്താ? എനിക്ക് അതൊന്നും അറിയില്ല. അറിയാത്ത സംഗതികളൊന്നും ഈ വയസ്സുകാലത്തേക്ക് അറിയും വേണ്ട. കുഞ്ഞിലക്ഷ്മിയെ ചീത്ത വിളിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യം. എനിക്കത് വിശല്ല. അനുഭവിക്കാൻ വെച്ച സുഖവും ദുഃഖവും ജന്മത്തിൽ തന്നെ ഓരോരുത്തരും അനുഭവിച്ച് തീർക്കണം. ഇന്നത്തെ ജന്മത്തിൽ നമ്മൾ ഒരു പെരിച്ചായി ആയിട്ടാ ജനിക്കണ വെച്ചാൽ സൂഹിക്കാൻ പറ്റുമോ? ശരിയല്ല നേരെ. ഇനി 10ാമത്തെ കഥ. നമ്മുടെ സരോജിനി ടീച്ചറില്ലേ, ഹിന്ദി പഠിപ്പിക്കണ ടീച്ചർ, കൊടവേറും ഇത്തിരിശ കഷണ്ടിയും ഒക്കെ ഉള്ള ആ പവറുകാരി. അതിൻ്റെ മൂത്ത മോളെ സിംഗപ്പൂരുകാരെ ഈ ചിങ്ങത്തിൽ സ്വയംവരം കഴിക്കാൻ പോവത്രേ. എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ പെണ്ണിനെ നേരെ ചൊവ്വന് കണ്ട ഒരാണൊരുത്തൻ ഓളുടെ കഴുത്തിൽ താലി കെട്ടുമോ? നിറച്ച ക്ലാവ് പിടിച്ച ചെമ്പിൻ്റെ ചെപ്പോടത്തിൻ്റെ നിറം. തലയും മൂലയും വേണ്ടാന്നും പെണ്ണുങ്ങൾക്ക് അതും ഇല്ല. ഭാഗ്യജാതകാന്ന് നമ്മുടെ കണിയാരപ്പണിക്കരി ചെക്കൻ്റെ തറവാട്ട് പോയി പറഞ്ഞു അത്രേ. ആ പെണ്ണിനെ കെട്ടിയോന് അടിച്ചടി കയറ്റ അത്രേ.
ചെക്ക ഒരു ചീനക്കാരൻ മുതലാളിയുടെ ഡ്രൈവറാ. 3 കാറുണ്ട്. ഓരോന്നോരോന്നായി ഓടിക്കൂത്രേ. രാവിലെ വെളുത്ത കാറ്, ഉച്ചയ്ക്ക് പച്ചക്കാറ്, രാത്രി കറുത്ത കാറ്. കാറൊക്കെയും ബെൻസാ. കാശുള്ളവർ പിന്നെ മാരുതി ഉപയോഗിക്കുക. അത് കുറച്ചിലല്ലേന്നു. മാരുതി വാങ്ങണവരൊക്കെയും ബാങ്കിന്ന് കടം വാങ്ങിയിട്ടാ സാധനം വാങ്ങുക. കുറേശ്ശായി കടം തീർക്കണം. കേശവൻകുട്ടി ഡോക്ടർ ഒരു വെള്ള നിറമുള്ള മാരുതി ഓടിക്കണ കണ്ടിട്ടില്ലേ? അതും കടം വാങ്ങി സംഭവിച്ചതാ. ഈ നാട്ടിൽ നടക്കണ സംഭവങ്ങളൊക്കെ നിശ്ചയുണ്ട്. സിംഗപ്പൂരുകാരൻ്റെ കല്യാണം. ഞാനത് അപ്പടി മറന്നുട്ടാ. ദാപ്പൊൻ്റെ സിരി പണ്ട് നടന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട്. രമണൻ്റെയും കൂരിയാറ്റപ്പാട്ടിൻ്റെയും വരിയോളിക്ക് ഇപ്പോഴും തെറ്റില്ലാണ്ട് ചൊല്ല. ഇന്നലെ അല്ലെങ്കിൽ മിനിയാന്ന് നടന്ന കാര്യങ്ങളാ ഞാൻ അപ്പടി മറക്കണ്. വയസ്സായിന്നാ എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന നേരെ? താഴ്ചയിൽ നിങ്ങളുടെ പ്രായം തോന്നോ? ഇല്ല. അപ്പോൾ ഇന്നെ തള്ളാന്ന് വിളിക്കണത് ശരിയാ? നിങ്ങളുടെ പൊടിയും നരച്ചു, നിങ്ങളുടെ താടിയും പൊളുത്തു. നിങ്ങളെ കണ്ടാ 90 തോന്നും. 90 കണ്ടാ തോന്നണ പ്രായം ഞാൻ പറഞ്ഞോളൂ. ഷഷ്ടി പൂർത്തി കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ പറയണു. ഞാൻ വിശ്വസിക്കാം. പോട്ടെ. അപ്പോൾ നിങ്ങൾ ചെറുവാലിയക്കാരനാ? അറബിയോള് ഷഷ്ടി പൂർത്തിയുടെ സദ്യയും കഴിച്ച് ഉടനെ ചെറുപ്പം പെൺകുട്ടികളെ കെട്ടാൻ നടക്കുന്നു കേട്ടു. നിങ്ങളും കെട്ടിക്കോളി. പക്ഷെ നിങ്ങൾക്ക് ജന്മോ ആയാലുവക്കത്ത് താമസിക്കണ ഒരു കുണ്ടം വിക്രസ് കാട്ടിന്ന് തീർച്ചയാ. കുണ്ടന്മാര് തന്താര് കെട്ടിയ പെൺകുട്ടിയോളെ വെറുതെ വിടുക. വേലിക്ക് വന്ന് നിൽക്കും, ശൂളം വിളിക്കും, കത്തെഴുതി പെണ്ണിന് എറിഞ്ഞു കൊടുക്കും. പെണ്ണുങ്ങൾ പാവങ്ങളാ. അവറ്റ് ഇതൊക്കെ കഴിയുമ്പോൾ വീഴും. എങ്ങാണ്ടാ കുത്തിയിരിക്കണ തന്തപ്പിടിയോളെ അവറ്റ മറക്കും. കാശ് എല്ലാ മാസവും കിട്ടും. കാശ് മാത്രം മതിയാ പെണ്ണായി പറഞ്ഞവർക്ക്? പോരാ നായരെ, ഞാനീ പറയണത് സത്യ. അവനാൻ്റെ ഭാര്യയെ ദിവസവും 2-3 തവണ മൂർക്കി കെട്ടി പിടിക്കണം. ആണിൻ്റെ ചൂട് അനുഭവിക്കണം. കാശിന് കിട്ടണതല്ല ആണത്തം. കാശിന് കിട്ടുമെങ്കിൽ കാശുള്ളവരൊക്കെയും ചന്തയിൽ പോയി ആണുങ്ങളെ വാങ്ങിക്കൊണ്ടിരില്ലേ? കൊറ്റനാടിനെ വാങ്ങുമായിരിക്കും, പക്ഷെ കാശ് കൊടുത്ത ഒരു പുരുഷനെ കിട്ടില്ല തീർച്ചയായും. സരോജിനി ടീച്ചറുടെ മോളുടെ കല്യാണം അത് വരാൻ പോണല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ എന്താ പറയുക, എല്ലാം നന്നായി നടക്കട്ടെന്നല്ലേന്നും ഞാൻ പറയേണ്ടത്. എൻ്റെ അടുത്ത് പൂവമ്പഴം പോലത്തെ പെൺകുട്ടികളുണ്ട്. അവർക്ക് ഒരാലോചനയും വരുന്നില്ല. എന്നാലും വേണ്ടില്ല, ബാക്കിയുള്ളവരുടെ സന്തതികൾക്ക് ആലോചന വരുമ്പോൾ ഒക്കെ ദുഃഖമില്ല, സന്തോഷമാണ്. ഡ്രൈവർ ചൈനക്കാരൻ മുതലാളിയുടെ കൂടെയാ. 3 ബെൻസ് കാറും ഉണ്ട്. മുതലാളി 2 കൊല്ലത്തിലൊരിക്കൽ നാട്ടിൽ പോവാൻ കാശ് കൊടുക്കൂത്രേ. 3 നേരം ഇറച്ചിയും മീനും കൂട്ടി ശാപ്പാടുണ്ട്. പിന്നെ ഒരു കാര്യം മുതലാളിക്ക് നിർബന്ധം അത്രേ, എപ്പോഴും ഇടണം ഒരു തൊപ്പി ഇട്ടിട്ടാത്ര ചെക്കന് കൊടിഞ്ഞിക്കുത്ത്. ചിലപ്പോൾ ഓന് കണ്ണും കാണില്ല അത്രേ. അത്രണ്ട് വേദനയാ. 2 ആഴ്ച നാട്ടിൽ താമസിച്ച് കോട്ടക്കൽ ചികിത്സിക്കാൻ ഞാൻ പറഞ്ഞു. കോട്ടക്കൽ ആ ഭാര്യര് മാറ്റാത്ത ഒരു സൂക്കടും ഈ ഭൂമിയിലില്ല. കമലൂട്ടിയമ്മയുടെ അച്ഛനില്ലേ, സാക്ഷാൽ VN നായർ. ആദ്യം കോട്ടക്കൽ പോയപ്പോൾ ബാലാമണിയമ്മയും അമ്പഴത്തല പാർക്കുട്ടിയമ്മയും കമലൂട്ടിയമ്മയും മോനൂട്ടിനും ഞാനും കൂടെ പോയി. മുറി കിട്ടി. പരമസുഖമായിരുന്നു. സന്ധ്യയായ വാരസ്യാര തറവാട്ടിൻ്റെ മുറ്റത്ത് കഥകളിയാ. ഒരു നെടുങ്ങാടിയാ പാട്ട് പാടുക. VN നായർ ചികിത്സയും ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഒരു ചെറു ബാല്യക്കാരനെ പോലെ ഉശിര് ശൗര്യ. 80 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മരിച്ചത്. കണ്ടാ വയസ്സ് തോന്നിക്കില്ല. മുടി നരച്ചു. അതുമല്ല നിറം തേക്കാനൊന്നും ആദ്യം പുറപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരണത്, സരോജിനി ടീച്ചർ മോളെ കെട്ടാൻ പോണവന് കോട്ടക്കൽ ചികിത്സ കഴിപ്പിക്കണം, കൊടിഞ്ഞിക്കുത്ത്. പിന്നെ ഓന് അനുഭവിക്കേണ്ടി വരില്ല തീർച്ചയാ. ഇന്ന ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട് നായരെ. എന്തെങ്കിലും കൊണ്ടുപോകണല്ലോ. വെറും കൈയായിട്ട് ചെന്നാൽ ഒടുക്കത്തെ പന്തിയിലേലിട്ട് തരൂ. അതിക്കിഷ്ടമുണ്ട്. ഒരു സ്റ്റീലിൻ്റെ മൊന്ത കൊണ്ടുപോകാമെന്ന് എൻ്റെ വിചാരം. 100 ഉറുപ്പ്യ ചിലവ് തരൂ. 100 ഉറുപ്പ്യയും ബസ്സിൻ്റെ കൂലിയും ഒക്കെ കൂടി 130 ഉറുപ്പ്യ പോവും.
അതോ ഈ ഓണക്കാലത്ത് പശുവിൻ്റെ പാല് വെക്കുന്നുണ്ട്, ശരിയാ. നേന്ത്രവാഴയുടെ കൊലയും ചന്തയിലേക്ക് കൊടുത്തയക്കുന്നുണ്ട്. പക്ഷേ 100 ഉറുപ്പ്യ ആ പവറുകാരിയുടെ മോളക്ക് ചിലവാക്കി ലേശം മടിയുണ്ടേ. എനിക്ക് പനിയാന്ന് പറഞ്ഞ് കല്യാണത്തിന് പോവാണ്ടിരിക്കല്ലേ. പനിയായി വീട്ടിൽ കിടക്കണ ഒരു സ്റ്റീല് പാത്രം വാങ്ങില്ലാലോ. ഞാൻ ജീവിക്കാൻ പഠിച്ചു എന്നാ. അതെന്താ നിങ്ങളിപ്പോൾ അങ്ങനെ പറയാ? നിങ്ങളുടെ ചോദ്യമൊന്നും എനിക്ക് പിടിക്കണില്ല നേരെ. ഓരോ ചോദ്യത്തിൻ്റെയും പിന്നിൽ ഒരു കുരുട്ട് ബുദ്ധി ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. എന്നെ കൊണ്ട് എല്ലാം പറയിപ്പിച്ച് നിങ്ങൾ പോവും. ഒക്കെ നിങ്ങളുടെ പേപ്പറിൽ അച്ചടിച്ച് വരും. പിന്നെ എല്ലാവരും കൂടി ഇന്നെ പിച്ച് കീറാൻ വരും. എല്ലാവരും എൻ്റെ ശത്രുവാകും. വെയ്യ, ഞാൻ ആകെ തളർന്നുട്ടാ. ഇനി ഇന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട. നിങ്ങളോട് വിശേഷം പറഞ്ഞതിന് പകരം നാമം ചൊല്ലി അതിൻ്റെ പുണ്യെങ്കിലും ഒക്കെ കിട്ടൂലോ. ഇനി 11ാമത്തെ കഥ. ഇൻ്റെ അടുത്ത പെണ്ണില്ലേ നമ്മുടെ സുനി, ഓള് പറയാ, അമ്മാമേ ഇക്കും പോണം കൊച്ചിക്ക്. അവിടെ എന്നെ പോലുള്ള പെൺകുട്ടികളെ സൗന്ദര്യ മത്സരം നടക്കാൻ പോണ്. ഇന്നലെ ഞാൻ പേപ്പറിൽ വായിച്ചു. സൗന്ദര്യം ഉള്ളവർക്കല്ല പെണ്ണെ സൗന്ദര്യ മത്സരം. ഞാൻ ചോദിച്ചു. ഓള് അങ്ങോട്ട് ഇല്ലാണ്ടായി. കരഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ പോരെ. ഇക്ക് ഭംഗിയില്ല അമ്മമ്മേ. സ്കൂളിൻ്റെ വാർഷികത്തിന് ഞാൻ കുറേ കുട്ടികളെ കൂടെ ഒപ്പന കളിച്ചില്ലേ. എൻ്റെ പോട്ടം മാതൃഭൂമിയിൽ വന്നില്ലേ. നിനക്ക് നിൻ്റെ തന്തടെ നിറ. ഈ കൊച്ചി പോയി എന്ത് സമ്മാനം മേടിക്കുക? ഒന്നാമത് കൊച്ചി പോണെങ്കിൽ കാശ് എത്ര ചിലവെന്ന് നിനക്ക് ഇഷ്ടണ്ട. ഇവിടുന്ന് കോഴിക്കോട്ട് ബസ്സിൽ പോകണം, പിന്നെ തീവണ്ടിയിൽ പോകണം. 7.5 മണിക്കൂറാ വണ്ടിയിൽ തിക്കിയും തിരക്കി കുത്തിരിക്കേണ്ടത്. തീവണ്ടിയുടെ ആട്ട് കക്കൂസുണ്ടോയെന്ന് ചോദിച്ചുണ്ടെന്ന് പറയണം. പക്ഷെ നാറിയിട്ട് മൂക്കും പൊത്തിയിട്ടാ കയറുക. നിലത്തും തൂറി വെച്ചിട്ടുണ്ടാവും. വണ്ടി കയറുന്നവർ പറമ്പിലിരിക്കണവരാ, അല്ലാണ്ട് പച്ച പരിഷ്കാരികളൊന്നുമല്ല. അവരുടെ വിചാരം വല്ല തോടോ പറമ്പോ തീവണ്ടിന്ന് ഇരുന്ന് മൂത്രം ഒഴിക്കും. പാത്രത്തിലല്ല, നിലത്തന്നെ. കുട്ടികളെ കൊണ്ട് അപ്പിടിക്കും. സുനിക്ക് അപ്പോഴേ മനസ്സിലായത് കൊച്ചിക്ക് പോവുക അത്ര ക്ലേശം അനുഭവിക്കണമെന്ന്. അപ്പോൾ അമ്മമ്മ പോണതോ? അമ്മമ്മയ്ക്ക് മൂത്രം ഒഴിക്കണ്ടേ? ഞാൻ പോണേൻ്റെ തലേ ദിവസം തൊട്ട് ജലപാനം കഴിക്കില്ല. എൻ്റെ സൂത്ര. അതുകൊണ്ട് മൂത്രമുട്ടലും ഉണ്ടാവില്ല. ഞാൻ എത്ര യാത്ര ചെയ്തതാ. എനിക്ക് ഈ വക കൗശലങ്ങളൊക്കെ അറിയാം. സൗന്ദര്യ മത്സരം ജയിച്ചാൽ നമുക്കെന്താ കിട്ടാൻ പോണ്? ഞാൻ ഓളോട് ചോദിച്ചു. ഇക്ക് അമേരിക്കയിൽ പോവാലോ? ഓള് പറയാ, ഇക്ക് സോപ്പിൻ്റെ പരസ്യത്തിൽ ചിരിച്ചോണ്ട് നിൽക്കാലോ. എൻ്റെ മുമ്പിലത്തെ 2 പല്ല് അമ്പലച്ചിറയിലേക്ക് എടുക്കുമ്പോൾ പെരണ്ട് വീണ് പൊട്ടിപ്പോയില്ലേ. എൻ്റെ ചിരിക്ക് എന്ത് സമ്മാനം കിട്ടുക? ഞാൻ ഓളോട് ചോദിച്ചു. എൻ്റെ പല്ല് അങ്കമാലി പോയി ഞാൻ കാശ് കൊടുത്ത് കെട്ടിക്കൂലോ? സുനി പറയാ. അതെന്താ അങ്കമാലിയിലൊരു വിശേഷം? കോഴിക്കോട്ടെ പല്ല് വൈദ്യന്മാർ പോരാ എൻ്റെ പല്ല് കെട്ടിക്കാൻ? ഞാൻ ഓളോട് ചോദിച്ചു. കേരളത്തിൽ പേര് കേട്ട ഒരു ചെറുപ്പക്കാരൻ ദന്തവൈദ്യ അവിടെയാ. എന്നോട് നളിനി പറഞ്ഞതാ. സിനിമാ നടിയോളം ഭംഗിയുണ്ടാവാൻ അദ്ദേഹത്തിൻ്റെ അടുത്താ പോണത്. പേര് സന്തോഷ് എന്നാ. ചിലപ്പോൾ നമ്മുടെ ആദ്യമാവും. നല്ല കിരിയത്ത നായരാവും. കാണാൻ ചേലുണ്ടെന്ന് നളിനി പറഞ്ഞായിരുന്നു. ഡോക്ടർ ചേലുള്ള ഡോക്ടറായാലേ നീ ചികിത്സയ്ക്ക് പോവുള്ളൂ എന്നാ പറഞ്ഞോണ്ട് വരുന്നത്. അപ്പം ഞാൻ ഓളോട് ചോദിച്ചു, പല്ല് കെട്ടിക്കാനാ പോണത് അതോ ഡോക്ടറെ കെട്ടാനാ? ഓളങ്ങിട്ട് ഇല്ലാണ്ടായി. ആ അങ്കമാലിയിലൊന്നും പോവണ്ട. തരണ്ട് തീണ്ടാരി തുടങ്ങിയ പെൺകുട്ടിയോട് പല്ല് നേരെയാക്കാൻ വസും പിടിച്ച് അങ്കമാലി പോവാൻ ഞാൻ സമ്മതിക്കില്ല. കോഴിക്കോട്ട് മതി ചികിത്സ. പല്ല് നേരെയാക്കാനുള്ള ഡോക്ടർ തന്തപ്പൊടിയായ ഏറെ നന്ന്. എനിക്ക് ഉണ്ടന്മാരെ വിശ്വാസമില്ല. ഞാൻ തുറന്നു പറയാം. ഉണ്ടന്മാർക്ക് പെൺകുട്ടികളെ ചികിത്സിക്കുമ്പോൾ കുറേശ്ശെ കൈ വറയ്ക്കും. അത് എനിക്കിഷ്ടമുണ്ട്. ഞാനും ഒരിക്കൽ പെൺകുട്ടി ആയിരുന്നു. ഇന്നെ എല്ലാവരും തുറച്ചു നോക്കി ചോര കുടിക്കായിരുന്നു ആണുങ്ങൾ. അവരെ കുറ്റം പറഞ്ഞുകൂടാ. എൻ്റെ നിറോ ചുവന്നിട്ടായിരുന്നു. ഇപ്പോൾ ഒക്കെയും പോയി. എൻ്റെ മുഖം വിളർത്തോണ്ടായി. നാളെ ഒരു ദിവസം നമ്മുടെ തീയത്തിയുടെ വീട്ടിലെ അപ്പൂട്ടൻ ചോദിക്കുക, നിങ്ങൾ പിത്തക്കുറയിൽ നറുക്കെടുത്തോന്ന്. കുറച്ച് ഇംഗ്ലീഷ് മരുന്ന് വാങ്ങി കുടിക്കണം എന്നുണ്ട്. ശരീരം നന്നാവണം. എനിക്ക് കുറച്ചുകൂടി സുഖമായി ജീവിക്കണം. മോഹങ്ങളാ.
എന്ത് മോഹ നായരെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നു? എനിക്കെന്ത് മോഹ, ബാക്കിയുള്ളതൊന്നുമില്ല. എല്ലാം നല്ലോണം അനുഭവിച്ചു തീർത്തു. പശുവിനെ വാങ്ങി, വീട് വെച്ചു, തണുപ്പിക്കണ കുന്ത്രാണ്ടം വാങ്ങി, വൈകുന്നേരം സ്ത്രീ ജന്മം കാണാനുള്ള TV ഉണ്ട്. ഇനി ഒരു മോഹവും ബാക്കിയില്ല. കമലൂട്ടിയമ്മ ഒരിക്കൽ കൂടി കണ്ണ് നിറച്ച് നോക്കി കാണാൻ ആശുണ്ട്. സഹിക്കോ? കേശല്ല, കാലം അപ്പടി മാറിപ്പോയില്ലേ. ഇപ്പൊ കമലൂട്ടിയമ്മയ്ക്ക് കാവല് നിൽക്കണത് നായന്മാരല്ലല്ലോ, ഒക്കെ ജോനോമാരാ. അരപ്പട്ടയിൽ കത്തിയും കുത്തിയിട്ടാ നിലിപ്പെന്ന് കേട്ട്. പിന്നെ ആത്തിക്ക് പോവാൻ സമ്മതിക്കും. അതൊക്കെ ഇഷ്ടണ്ട്. കമലൂട്ടിയമ്മയോട് സ്ഥായിയുള്ളവരെ ആത്തയ്ക്ക് വിടും. ജോനാമാർക്കും ഇല്ലേ ബുദ്ധിയുണ്ട്, സ്ഥായിയുണ്ട്. തൊപ്പിയിട്ടാ എന്താ തെറ്റ്? താടി വെച്ചാ എന്താ തെറ്റ്? നായന്മാര് പണ്ട് കുടുംബ കിട്ടിയായിരുന്നില്ലേ? അവറ്റ കോണല്ലേ മുണ്ടിൻ്റെ അകത്ത് കൊടുത്തറന്ന്. ഓരോ യാതിക്ക് ഓരോ വേഷം, ഓരോ രൂപം. എല്ലാവരും മനുഷ്യരാ. PM പണിക്കര് എന്താ പറഞ്ഞെന്നറിയോ? യാതി എന്തായാലും ശരി, മനുഷ്യൻ നന്നായാൽ മതി എന്നേ പറഞ്ഞു. ഞാൻ PM പണിക്കരെ പറ്റി ഒരിക്കൽ പറഞ്ഞു എന്നാ. PM പണിക്കരെ പറ്റി ഞാൻ 10 തവണയും കൂടി പറയൂ. ഇങ്ങക്കെന്തിനാ ഈറ? ആദ്യം ആരാർന്ന്? ശിവ. ആ നിലിപ്പും ആ തലയെടുപ്പും എനിക്ക് ജന്മം മറക്കാൻ വയ്യ. സജ്ജനങ്ങളെ കണ്ട എനിക്ക് ജന്മം മറക്കാൻ കഴിയില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാ. ഇപ്പോൾ സജ്ജനങ്ങളെ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? സജ്ജനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. തീർച്ചയാ. ഇനി അമേരിക്കയിലുണ്ടോ ഇല്ല അതൊക്കെ അറിയില്ല. വേറെ വല്ല രാജ്യത്തും ഉണ്ടായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. അത്രയല്ല എനിക്ക് പറയാൻ വയ്ക്കൂ. സൗന്ദര്യ മത്സര ഞാനതപ്പടി മറന്നു കിട്ടാ. ഇപ്പൊക്ക് ചിലപ്പോൾ ഓർമ്മ തെറ്റാ. വയസ്സായിന്നോ? അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഇന്നെക്കാട്ടിലും പ്രായമുള്ളവരല്ലെന്നോ നമ്മുടെ രാജ്യം ഭരിക്കണേ. ഞാൻ പറയണത് നമ്മുടെ കരുണാരനെ പറ്റിയാ. ആദ്യം ഭരിക്കുന്ന കാലത്തോളം നമുക്കൊന്നും വലിയ കഷ്ടത അനുഭവിക്കേണ്ടി വരില്ല. നായനാരോ ആദ്യം ഒരു സാത്വികനാ, സംശയമില്ല. പ്രധാനമന്ത്രിയോ ഞാൻ കണ്ടിട്ടില്ല, ഇടയ്ക്ക് TV-യിൽ കാണുന്നുണ്ട്. സ്ത്രീ ജന്മോ പിന്നെ ഒന്നൊക്കെ കാണണ്ട. ഉണ്ടന്മാർ വന്ന് കളിക്കണതും ചിലപ്പോൾ കാണാറുണ്ട്, ബാക്കിയൊന്നും നോക്കാറില്ല. TV വെക്കാനും കാശ് ചെലവുണ്ടേ. കറണ്ടിൻ്റെ ബില്ലടയ്ക്കാനും ഞാൻ തന്നെ വേണ്ടെന്നും. ഇപ്പോൾ ഒക്കെ ഏറ്റിനും വില കൂട്ടിയില്ലേ. കോൺഗ്രസിൻ്റെ അടവാ. കാശില്ലാത്തവരെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കണ്ടുകൂടാ. അവറ്റൊക്കെ പിച്ചക്കാരാക്കും. പഷ്ണി കൊണ്ട് അവറ്റൊക്കെ മരിക്കും. പിന്നെ കാശുള്ളവരുടെ രാജ്യമാവൂലോ നമ്മുടെ ഇന്ത്യ രാജ്യം. അമേരിക്കയുടെ എന്തി കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും തൊലി വെളുക്കും. തൊലി വെളുപ്പിക്കാൻ ഒരു കൂട്ടം മരുന്നുകളുണ്ട് ബ്യൂട്ടി പാർലറിൽ. കേട്ടിട്ടില്ലേ നിങ്ങൾ? നേരെ കാക്കക്കുറത്തിയോള് കാശും കൊണ്ടേ ചെന്ന് അവിടുത്തെ പെൺകുട്ടിയോൾ മൂത്ത് കുമ്മായം തേച്ച് വിടും. സുനി പറഞ്ഞായിരുന്നു ഓൾക്കും വെളുക്കണമെന്ന്. 100 ഉറുപ്പ്യ കൊടുത്തിട്ട് നീങ്കി ഇപ്പോൾ മദാമേ ആവണ്ട. ഞാൻ അവളോട് പറഞ്ഞു പച്ചമഞ്ഞൾ അരച്ച് തേച്ചോട്ടെ, അത്രയ്ക്കൊക്കെ മതി നിറം. 1 മാസം സ്ഥിരമായി മഞ്ഞൾ തേച്ചാൽ മൂത്ത് രോമം ഉണ്ടാവില്ല. ഞാൻ പാർലറിലൊന്നും പോയിട്ടില്ല. എൻ്റെ നിറം ഇനി കാശ് കൊടുത്തും മറ്റും വേണ്ട. അത്ര പോഴത്തരൊന്നും ഒക്കെ ഇല്ല കേട്ടാ. നിങ്ങൾ പാർലറിൽ പോയി വരുന്നവരെ നിങ്ങളൊക്കെ വലിയ പത്രക്കാരല്ലേ? ഞാനും ഒക്കെ കേട്ട്. മന്ത്രിയോള് പെൺകുട്ടികളെ പിടിച്ച് ഒരുകൂട്ടം ചെയ്തു എന്നൊക്കെ ഞാനും കേട്ടത് അപ്പടി വിശ്വസിക്കണോ? ഞാൻ വിശ്വസിക്കില്ല. തീർച്ചയാ മന്ത്രികളോട് കണ്ണടി തോന്നണോ? കള്ളക്കഥോട് എഴുതി ഉണ്ടാക്കുക. മന്ത്രികളൊക്കെ എവിടെ ചെന്നാലും കസാലുണ്ടല്ലോ. പേപ്പറിൽ അവരുടെ ഫോട്ടം കാണാം, കീശയിൽ കാശുണ്ടായിരിക്കും. അതുകൊണ്ട് പറഞ്ഞുണ്ടാക്കുക ഒരുകൂട്ടം കഥോള്. 4 കാശ് ശമ്പളം കിട്ടുക, മൂത്ത് കുമ്മായം തേക്കാനും രോമം പറിക്കാനും പോണ സാധു കുട്ടികളെ പറ്റിയല്ലേന്നു കഥോള് എഴുതിക്കൂട്ടണ്. കാശുള്ളവരുടെ മക്കളെ പറ്റി ആരാ എഴുതുക? ആരും എഴുതില്ല. ചോദിക്കാൻ ആളുണ്ടേ. നായരെ നിങ്ങളെ പേപ്പറിൽ കള്ളക്കഥോള് എഴുതരുത്തിട്ടാ. ഒരിക്കൽ നുണ പറയാൻ തുടങ്ങിയ ആ സ്വഭാവം പിന്നെ മാറില്ല. എൻ്റെ അടുത്ത കുട്ടികളോട് ഞാനതാ പറയണം. നോണ പറയണവരുടെ മോന്ത കുറ്റി നോക്കിയിട്ടുണ്ടാ? പേരിച്ചായിൻ്റെ മുഖ. സത്യം പറയണവർക്ക് ശ്രീത്തം അതിശണ്ടാ. ഇനി 12ാമത്തെ കഥ. ഓണവും കഴിഞ്ഞു, സദ്യയും കഴിഞ്ഞു,
ഇപ്പളാ നിങ്ങൾ എന്നെ കാണാൻ എഴുന്നള്ളണ്? നിങ്ങളൊരു പിശുക്കനാ നായരെ. ഓണത്തിന് ഇങ്ങടെ വരൊക്കെ ഒരു സെറ്റ് കൊണ്ട് തരുമെന്ന് നിരീക്ഷിച്ചിരുന്നു. കുറച്ച് പോകലി നിങ്ങളുടെ പൊടിയും കൂടി കാണാൻ കഴിഞ്ഞില്ല. ഇൻ്റെ അടുത്ത കുട്ടികൾ പറയാ അമ്മമ്മ ഇനി ജയചന്ദ്രൻ നായർക്ക് കഥ പറഞ്ഞു കൊടുക്കണ്ടെന്ന്. ചോന്ന പുള്ളിയക്കര മുണ്ടയ്ക്ക് ചേർച്ച. പുളിയക്കര മുണ്ടും ചിറ്റി ബോംബെയിൽ ഓണക്കാലത്ത് ഞാൻ നടക്കുമ്പോൾ മറാഠിയോട് പറയാ കിത്തിനി ചങ്ങിലി തിസ്തി. അതിൻ്റെ അർത്ഥം കമലൂട്ടിയമ്മയാക്കി പറഞ്ഞു തന്നത്. കാണാൻ ചേലുണ്ട് എന്ന് അർത്ഥം. കമലൂട്ടിയമ്മയാക്കി പറഞ്ഞു തന്നത് കേട്ടാ. കാണാൻ ചേലുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ആണുങ്ങളൊന്നും അപ്പടി ഇപ്പടി പറയാൻ ഒരുങ്ങില്ലേനും. ഞാൻ മറാഠിയല്ല, അമ്മയാരും അല്ല. ഞാൻ ഒന്നാം തരം നായർ സ്ത്രീയാ. പള്ളിച്ചാന കിരിയത്തെ വെള്ളായ്മയുടെ നേരെ താഴെ. നാണവും മാനവും വിട്ട് ഇൻ്റെ അടുത്ത പെണ്ണുങ്ങൾ കളിക്കില്ല, അത് തീർച്ചയാ. ഇൻ്റെ പിന്നാലെ എത്ര ഉണ്ടന്മാർ കയ്യും കലാശവും ഒക്കെ കാട്ടി നടക്കണു ഇൻ്റെ നല്ലപ്പം കാലത്ത്. ഞാൻ കുലുങ്ങിയോ? ഇല്ല. എന്നിട്ട് വേണ്ടേ ഈ വയസ്സാം കാലത്ത് വെറ്റിയുടെ തോന്നിയാസത്തിന് കൂട്ടിക്കാൻ? എനിക്ക് തോന്നിയാസോളെ കണ്ടൂടാ. കോലോത്ത തമ്പുരാനായാലും വേണ്ടില്ല, നമ്പൂരി ആയാലും എനിക്ക് വേണ്ട. നായരെ എനിക്ക് ആണുങ്ങളെ വേണ്ട, അത് തീർച്ചയാ. കല്യാണ അതൊക്കെ തലയിലെഴുത്തല്ലേന്നു. 2 കല്യാണം ഉണ്ടായി. എന്നിട്ടോ എനിക്ക് സമ്മതക്കാർ എന്തേ തന്നത്? വീട് തന്നോ? പൊന്നും പണം തന്നോ? ഒരു കൂട്ടം കാട്ടിക്കൂട്ടി അവറ്റ അങ്ങോട്ട് പോയി, അത്ര തന്നെ. അവനാ തട്ടിച്ചാലേ കുറച്ച് കാശ് കിട്ടും. പണ്ടൊരാൾ പറഞ്ഞു ഇത്ര എല്ല് മുറിയ പണിയെടുത്താൽ പല്ല് മുറിയ തിന്നാന്ന്. അത് ശരിയാ. എല്ല് മുറിയ പണിയെടുത്തു തണ്ടല് വേദന ഉണ്ടായ ലേശം തൈലം തേച്ച് തിരുമോ, അത്ര തന്നെ. കൊള്ളി ഉന്തലല്ലേന്നു എൻ്റെ പണി. പിന്നെ കുട്ടികളുടെ മൂത്രവിരിയോളം അവറ്റയുടെ ചട്ടിയും തിരുമ്മി അലക്കി വെയിലത്തിടുക. അവറ്റ കരയുമ്പോൾ അവറ്റ തൊട്ടിലിട്ട് ആട്ടുക. കുറേശ്ശെ പാട്ടും വേണം. കുട്ടികൾക്ക് ഉറക്കം വരാൻ പാട്ട് പാടണമല്ലോ. ഇക്കോ സംഗീത ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ റേഡിയോയിൽ വെക്കുമ്പോൾ എത്ര തവണ കേട്ടെടുക്കണു യേശുദാസിൻ്റെ ശബ്ദമൊക്കെ ഇഷ്ടമുള്ളത്. മോത്തപ്പടി രോമാ, പക്ഷെ കാണാൻ നല്ല ചേല. പി ലീല എൻ്റെ പാട്ടുകാരി. ഗുരുവായൂരപ്പൻ്റെ സ്തുതി പി ലീല പാടി കേൾക്കുമ്പോൾ ഇക്കാകെ കോരിത്തരിക്കും. ഇതാ നോക്ക്, ഇപ്പം തന്നെ ഞാൻ കോരിത്തരിക്കണു. എൻ്റെ കയ്യമ്മല് നോക്കിയേ. പി ലീല കല്യാണം കഴിച്ചിട്ടില്ല അത്രേ, അതുകൊണ്ടാ അത്ര നല്ല സ്വരം. സമന്താരക്കാരൻ കള്ളും കുടിച്ചു വന്ന് ചവിട്ടും തള്ളും ഒക്കെ കൊടുത്ത ആർക്കാ സ്വരം തന്നാവാ? പാട്ട് പാടുന്നവര് ആണുങ്ങളെ അടുപ്പിക്കരുതെന്ന എൻ്റെ വിശ്വാസം. പാട്ടെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ സന്യാസിയോള് നല്ല മലയുടെ മുകളിൽ കയറി തപസ് ചെയ്യുമ്പോൾ ഒന്ന് വല്ലവരും ചെന്ന് പൊത്തി പിടിക്കണത് ശരിയാ നിങ്ങൾക്ക് തോന്നണ്ട നായരെ? സ്വയംവരവും ബെറലും ഒക്കെ സാധാരണക്കാർക്ക് വിധിച്ചതാ. പേര് കേട്ടവർക്ക് അതൊന്നും വിധിച്ചിട്ടില്ല. ഇക്കിശുണ്ട്. ശങ്കരാചാര്യരെ പറ്റി കമലൂട്ടിയമ്മ ഇക്ക് പറഞ്ഞു തന്നായിരുന്നു. ശങ്കരാചാര്യർ പെണ്ണ് കിട്ടിയ ഇല്ല, വലിയ മനുഷ്യരൊന്നും പെണ്ണ് കിട്ടില്ല, അത് തീർച്ചയാ. ചെറിയ മനുഷ്യരും ചിലപ്പോൾ പെണ്ണ് കെട്ടണ്ടെന്ന് നിരീക്കും, അത് ശരിയാ. ബോംബെയിൽ വരാറുണ്ടായിരുന്നു ഒരു മാഷ്. അവിടെ ഒരു കോളേജിൽ ജോലിയുള്ള ഒരു രാജാനുബാഹു. കാണാൻ മോശ, എപ്പോൾ നോക്കിയാലും വിശർത്ത് ഒലിച്ചോണ്ടാ. അയാൾ വരുമ്പോഴേക്കും സോപ്പേമ്മിൽ ധൃതിയിൽ ഒരു ടർക്കി ടവല് വിരിക്കാൻ പറയും ദാസുമേനോൻ. നിറവും മോശ, വായിലെ പല്ലൊക്കെ തേഞ്ഞ കുറ്റിയോളാ. തൊള്ള പൊളിക്കുമ്പോൾ ചെറുനാക്ക് വരെ കാണാം. ഏത് പെണ്ണ അയാളെ കെട്ടുക? ഇക്കിശല്യേ. പെണ്ണുങ്ങളെയും തുറച്ചു നോക്കി ചോര കുടിച്ചോണ്ടിരിപ്പ. ആകെ കൂടി 6 ഷർട്ട് ഉണ്ടത്രേ. എല്ലാം കൂടി ഒന്നിച്ചാ ഇടുക. ഷർട്ട് വെക്കാം. വീട്ടിൽ അലമാറില്ല അത്രേ. അലമാറിൽ തള്ളയും പെങ്ങന്മാരും അവരുടെ കുപ്പായവും റയറും ഓടിയോളും നിറച്ച് വെക്കൂത്രേ. അപ്പോൾ ഈ പാവത്തിന് ഷർട്ട് വെക്കാൻ എവിടെയാ സ്ഥലം? അടിയിലിട്ട ഷർട്ട് പിറ്റേ ദിവസം എടുത്ത് കഴുകും അത്രേ. അത് ഉണങ്ങുമ്പോൾ അത് മേലത്തെ ഷർട്ടാക്കി ഇടും ചെയ്യും. കാണാൻ മോശമായിരിക്കും, പക്ഷെ ഒരു തോയ എന്ത് കൊടുത്താലും കിണ്ണന്നാക്കി തുടയ്ക്കും.
വലിയ ആർത്തിയാ. ഒരു ദിവസം ചിന്നക്കുട്ടൻ പറയാ, നമ്മുടെ പ്രൊഫസർക്ക് 6 കോഴിമുട്ട ഉടച്ച് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവരുമോന്ന്. 6 താറാമുട്ട ഉടച്ചു, കുറെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടു. ദോശത്തട്ട്, വലിയ ദോശത്തട്ടാ, അയിമല് 2 തവണ ഒഴിച്ചിട്ടാ ഓംലെറ്റ് ഉണ്ടാക്കിയത്. ആ മാഷ് അത് അപ്പടി തിന്നു. എനിക്ക് തോന്നി സാക്ഷാല് ഭഗനാ മുമ്പിൽ ഇരിക്കണതെന്ന്. അയാളെപ്പറ്റി പറഞ്ഞ് ചിരിച്ചോരെ ദാസുമേനോന് ഇഷ്ടമില്ല. എൻ്റെ സ്നേഹിതനാ. അയാളെ നോക്കി ചിരിക്കാൻ ആർക്കും അധികാരമില്ല. ദാസുമേനോൻ പറയുക, മാഷിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും വയറ് നിറച്ച് ഉണ്ണാം. പക്ഷെ മാഷിക്ക് നമ്മുടെ ചോറ് എരിശ്ശേരിയും കാളനും ഒന്നും വലിയ ഇഷ്ടമല്ല. ഇറച്ചിയും മീനും കിട്ടണം. അയാളുടെ വീട്ടിൽ പശുവിൻ്റെ ഇറച്ചിയും വെക്കൂത്രേ, പന്നി ഇറച്ചിയും ഒക്കെ വെക്കും. പെരുന്നാളിൻ്റെ ദിവസവും ഇറച്ചിയും മത്സ്യവും തിന്നണോരാ നസ്രാണിയോളാ. അവറ്റിക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നിയമങ്ങൾ പോലെയല്ല മാപ്പിളാർക്കും നസ്രാണികൾക്കും അവരുടെ ദൈവം വിധിച്ചു കൊടുത്ത നിയമങ്ങൾ. അതുകൊണ്ട് ന്യായ വരെ കുറ്റം പറയില്ല. തീർച്ചയാ കൊടുത്ത നിയമങ്ങൾ, അതുകൊണ്ട് ഞാൻ അവരെ കുറ്റേ പറയില്ല. നായന്മാരും ഒക്കെയും തിന്നുടങ്ങി. ആദിക്കിശുണ്ട്. ഞാൻ എന്താ ചെയ്യണ്ട്? എനിക്ക് വീടാന്തരം കയറി ഇറങ്ങി പറയാൻ കഴിയോ നിങ്ങൾ മാട്ടിറച്ചി തിന്നണ്ടെന്ന്? ഞാൻ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? ഞാനാ BJP ചേർന്നോ എന്ന് ചോദിക്കണ കേട്ട് കിച്ച് കീറിയ വരണ. എനിക്ക് ഒരു പാർട്ടിയിലും ചേരാൻ ശേഷം താല്പര്യമില്ലാന്ന്. ഞാൻ BJP ചേർന്ന ഇന്നെ അവറ്റ ഡൽഹി കൊണ്ടുപോയി മന്ത്രിയാക്കുവേ. ഇല്ല, എനിക്ക് അത്ര പഠിപ്പുണ്ടാ? മന്ത്രികൾക്ക് പഠിപ്പ് വേണ്ടെന്ന് ഞങ്ങൾ പറയണ? അതൊക്കെ ശരിയാ. പേപ്പറിൽ കാണുന്ന മന്ത്രികളൊക്കെ ഒന്നും പഠിപ്പില്ല എന്നാ നായർ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് നല്ല തമാശയാ. മന്ത്രികൾക്ക് ഒപ്പിടാനും കൂടി അറിയില്ല എന്നാ ഞാൻ ആദ്യം ഇതൊക്കെ കേൾക്കണ്. എന്നാ നമ്മുടെ അടുപ്പല കുഞ്ഞിലക്ഷ്മിയെ പിടിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കായിരുന്നു. മുഖ്യമന്ത്രിക്ക് പല്ലില്ല എന്ന് ആരും പറയില്ല. തേറ്റ പോലെ അല്ലേന്ന് 2 കോന്ത്രം പല്ല് തുറച്ചു നിൽക്കണ്. ഓളക്ക് നേരും നിറയുണ്ടേനാ. ആന്റണിയാ. എനിക്ക് ആദ്യത്തെ നല്ലോണം അറിയാം. ആദ്യം ഒരു പാവാ, നോണം പറയില്ല. അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. ഞാൻ എത്ര തവണ അദ്ദേഹത്തിന് ചോറ് വിളമ്പി കൊടുത്തെടുക്കണു. അപ്പോൾ അദ്ദേഹം ചെറുവാലിക്കാരനായിരുന്നു. ഇപ്പോൾ ഇനി അദ്ദേഹം ഓർക്കില്ല. വലിയോരൊന്നും പാവങ്ങളെ ഓർമ്മിക്കില്ല, തീർച്ചയാ. പക്ഷെ ഞങ്ങൾ ചിലപ്പോൾ വലിയോരെയൊക്കെ ഓർക്കും, അത് തീർച്ചയാ.